വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ് the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. മാറ്റങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതാണ് വേണ്ടതെന്ന് അറിയുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ നടന്നത്? എൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാടൊന്നും ഹാപ്പിനെസ് ഉള്ള ലൈഫല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. അത് വിഷമമുണ്ടോ കാര്യങ്ങൾ? കുറേയൊക്കെ ഫാമിലിക്ക് വേണ്ടി ലൈഫ് ജീവിച്ചു. പിന്നെ എനിക്ക് തോന്നി ഓക്കെ, ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്നോടത് കാണിക്കുന്ന വലിയൊരു തെറ്റായിരിക്കും. ഇപ്പോൾ ആഷിനെ സംബന്ധിച്ചായാലും ഇപ്പോൾ ഫാമിലി എങ്ങനെയാണ് ടേക്ക് ചെയ്യുന്നത്? ഫാമിലി ഒരു സപ്പോർട്ട് ഇല്ല. ഉമ്മാൻ്റെ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഉമ്മാനായിട്ട് ബ്രദേഴ്സും അങ്ങനെ കോൺടാക്ട് ഇല്ല. പിന്നെ ബ്രദേഴ്സ് ഉണ്ടല്ലേ? എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഇപ്പോൾ മരണപ്പെട്ടു. ഈ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നൊരു പോയിന്റ് എത്തുമ്പം ഹൗ മച്ച് ഹാർഡർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് മതി, അല്ലാണ്ട് എല്ലാവരും വരുന്നുണ്ടല്ലോ ഇപ്പൊ പിന്നെ കുറേയൊക്കെ പഴയതുമല്ല, ഇപ്പൊ കുറെ ഡിഫറെന്റ് ആയി. തിങ്ക് പോസിറ്റീവ് ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ്. ഇപ്പം നമുക്കിപ്പോൾ ജാസീനെ ഭയങ്കര പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഹാപ്പി വൈബ്സിലാണ് നമ്മൾ കാണാറ് പൊതുവെ. അപ്പോൾ പക്ഷെ നമ്മളിപ്പം ജാസിയുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം തരണം ചെയ്തിട്ടുണ്ടാവും ഒബ്വിയസ്ലി. അപ്പോൾ നമ്മളൊരു തുടക്ക കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ ഒരു സ്വയം റിയലൈസ് ചെയ്യുമല്ലോ, നമുക്ക് എന്താണ് വേണ്ടതെന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ആ പോയിന്റ് എപ്പോഴായിരുന്നു? അത് ഏതൊരു വയസ്സിലായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ നടന്നത്? ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാടൊന്നും ഹാപ്പിനെസ് ഉള്ള ലൈഫല്ല. എനിക്കത് ഓർക്കാൻ ഉള്ള ഒരു ഇഷ്ടമില്ല. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേയൊക്കെ ഫാമിലിക്ക് വേണ്ടി എൻ്റെ ലൈഫ് ജീവിച്ചു. പിന്നെ എനിക്ക് തോന്നി ഓക്കെ, ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്നോടത് കാണിക്കുന്ന വലിയൊരു തെറ്റായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പം അടുത്താണ്, കാരണം അത്രയും കാലഘട്ടം ഞാൻ ജീവിച്ചത് ഫാമിലീസിന് വേണ്ടി തന്നെയായിരുന്നു. പിന്നെ അവരൊക്കെ ഒന്ന് ഓക്കെ ആയി സ്റ്റേബിൾ ആയതിനു ശേഷമാണ് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയത്. ഓക്കെ. ഇപ്പോൾ നമ്മളിങ്ങനൊരു അല്ലെങ്കിൽ നമ്മുടെ മാറ്റങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതാണ് വേണ്ടതെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനും അനുസരിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണറെ കിട്ടണം എന്നുള്ളതില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ആൾക്കാരും അത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. മേ ബി അവർ സഫർ ചെയ്യുന്ന ആ ഒരു രീതിയും അതിൽ ഒറ്റയ്ക്കും കൂടെ ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആഷി ലൈഫിലേക്ക് എങ്ങനെയാ വന്നത്? അതുപോലെ എങ്ങനെയായിരുന്നു, ലൈക്ക് ഹൗ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ തമ്മിൽ നല്ല രണ്ടുപേരും ഒരേ ലെവലിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം. ആ സമയത്ത് ആഷി ഓൾറെഡി വേറൊരു റിലേഷനിലായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ റിലേഷൻ ബ്രേക്കായി ആഷിയുടെ. അപ്പോൾ ആഷിയുടെ ആ ഒരു സ്റ്റേജിൽ ഞാൻ ആഷി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്ന വ്യക്തികളാണ്, ഒരേ വൈബുള്ള ആൾക്കാരാണ്, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നല്ല വെൽ ഡ്രസ്സായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഒരേ വൈബുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് യാത്ര ചെയ്യാം. അത് എത്രത്തോളം പോകാൻ പറ്റുമോ എന്ന് ഞാൻ അറിയില്ല, പക്ഷെ പോകുന്ന രീതിയിൽ നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ആഷി ഞാൻ ഒരുമിച്ചായത്. ഇപ്പം ഞാനത് ആഷിയോടും കൂടെ ചോദിക്കണം, ലൈക്ക് നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഒരാളെ ചിലപ്പോൾ, കാര്യം അവർ പല രീതിക്കും ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാരാണ്, ലൈക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എത്രയൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവണമെന്നില്ല റിയലി, അല്ലേ? കാരണം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിലേക്ക് വിളിക്കുമ്പം എന്തെങ്കിലും കൺസേൺസ് ഉണ്ടായിരുന്നു? എങ്ങനെ അവരെ നന്നായി നോക്കണം, അങ്ങനത്തെ കുറേ ടേക്ക് കെയർ പരിപാടികൾ എടുത്തിരുന്നു? ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് എനിക്ക് നേരത്തെ ഒരു തേപ്പെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മെയിൻ്റെ എല്ലാം ക്ലിയർ ആയി കൊണ്ടുവന്ന് പിന്നെ ജാസ്തി ഞാൻ ഒരു വൈബാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഞങ്ങൾ എത്രയൊക്കെ മുന്നോട്ട് പോകണം അത്രത്തോളം സെറ്റായിട്ട് പോകുന്നു. ഇപ്പം ദുബായിലാണ് നിങ്ങൾ സെറ്റിലായിട്ട് ഇരിക്കുന്നത് അല്ലേ? അപ്പം അവിടെ മെയിൻ ആയിട്ട് ജോബ് എന്താണ്? ഇപ്പം സോഷ്യൽ മീഡിയ ആണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട്, പെർഫ്യൂം ഷോപ്പാണ്. വേറൊരു പാർട്ട്ണർ ഉണ്ട്, നമ്മളവിടെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പ് നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. അപ്പം രണ്ടുപേരും ഇപ്പോൾ ആശയാണെങ്കിൽ അവിടെ പെർഫ്യൂംസ് മേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ പെർഫ്യൂം മേക്കറാണ്.
ഞാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല പെർഫ്യൂംസിനെ കുറിച്ച് റിവ്യൂ പറയാനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ഇത്. ഇപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ടൈം നമ്മുടെ ജാസി കുറച്ച് ഫ്രീ ടൈം കൂടുതൽ ജാസിക്കാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ ആ സമയത്താണ് കൂടുതൽ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും കാണുന്നത്. മോസ്റ്റ് ഓഫ് ടൈം വീഡിയോസ് ആണോ കൂടുതൽ എടുക്കുന്നത്? എങ്ങനെയാണ് ആ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം ആശി അടുത്തില്ലാത്ത സമയത്ത്? ആശി രാവിലെ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അവനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ നേരെ ഡ്യൂട്ടിക്ക് പോകും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ഫ്രണ്ട്സ് എല്ലാവരും അടുത്ത് ഇരുന്ന് കുറേ നേരം സംസാരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഫ്രീ ആണെങ്കിൽ അവർ വിളിക്കും. അപ്പോൾ അവരുണ്ടാവും എൻ്റെ വീട്ടിൽ. അപ്പോൾ അവരായിരിക്കും എനിക്ക് വീഡിയോസൊക്കെ അധികം എടുത്ത് തരിക. പിന്നെ ടിക്ടോക്ക് ഉണ്ട് അവിടെ ദുബായിൽ. ഇവിടെ ടിക്ടോക്കിൽ. അപ്പോൾ ദുബായിൽ ഞങ്ങൾക്ക് ടിക്ടോക്കിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പേയ്മെൻറ്റ് വീട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ ആശി വരുന്നതിന് മുമ്പ് ഞാൻ കുറേ നേരം ടിക്ടോക്കിലിരിക്കും. ആശി വന്നു കഴിഞ്ഞാൽ പിന്നെ ആശി ഇരിക്കും. ആ സമയത്ത് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി കയറും. അങ്ങനെ. ഓ, നിങ്ങളപ്പോ ലൈവായിട്ട് സ്ട്രീം ചെയ്തോണ്ടിരിക്കും അല്ലേ? ലൈക്ക് എന്താണ് ടോട്ടലി നടക്കുന്നത്? ഗെയിമാണ്. ടിക്ടോക്കില് ഗെയിം ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് വരും. അത് നല്ലൊരു ഇൻകം ആണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അത്. ദുബായിൽ മെയിൻ ഓഫ് ഈ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി അതാണ് തോന്നുന്നത്. ഇപ്പം നമുക്ക് കേരളത്തിൽ ഇപ്പം നമ്മളിപ്പം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അങ്ങനെ കുറെ കമ്മ്യൂണിറ്റി ബേസ് കുറെ ഒരു ഒത്തൊരുമ ഭയങ്കരമായിട്ട് ഇവിടെ ബിൽഡായിട്ട് വരുന്നുണ്ട്. എങ്ങനെ പുറത്ത് ലൈക്ക് ദുബായിൽ അങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ടോ? അവിടെ എങ്ങനെയാണ് അതിന്റെ ഒരു സംരംഭം വർക്ക് ചെയ്യുന്നത്? ഇല്ല, ദുബായിൽ അങ്ങനെ ട്രാൻസ് കമ്മ്യൂണിറ്റി അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. നാട്ടിലുണ്ട്. ദുബായിൽ അങ്ങനെ ഇതുവരെ അങ്ങനത്തെ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനായിട്ട് കൂടാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ ലോങ് ആയി ഇവരുടെ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊക്കെ ഒരുപാടായി. ഇതേപോലെ എവിടേക്കൊക്കെ നാട്ടിൽ വന്ന് എവിടെയെങ്കിലും ജസ്റ്റ് കാറിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് കണ്ടാൽ ജസ്റ്റ് നിർത്തി സംസാരിക്കും എന്നല്ലാണ്ട് പ്രോഗ്രാമിനൊക്കെ പോകുന്നത് ഭയങ്കര കുറവാണ് ഇപ്പോൾ. ഓക്കെ. ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് മാറി നിന്നേന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ആ സഡൻ ഡിസിഷൻ എടുത്ത ലൈഫിൽ ലൈക്ക് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം? കാരണം അതൊരു വലിയ ഡിസിഷൻ ആണല്ലോ. മാറി നമ്മൾ ലൈക്ക് ഒരു സ്ഥലത്തേക്ക് മാറി പോകണം. അപ്പോൾ ആ ഒരു ഡിസിഷനിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരാളുണ്ടായിരുന്നു. ചേച്ചിമാരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീടൊന്നുകൂടെ ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കണം. പെട്ടെന്ന് ഒന്ന് നല്ല എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിൽക്കാം. അപ്പോൾ നല്ല ബെറ്റർ ജോബ് വേണം. അങ്ങനെയാണ് ദുബായിലേക്ക് പോയത്. പിന്നെ ഇപ്പോഴും വീട്ടിൽ ഞാൻ മാറിയിട്ടില്ല. എപ്പോഴും ഉണ്ട്. ഉമ്മാനായിട്ട് എപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഉമ്മ ദുബായിലേക്ക് വരും, ഞാൻ തിരിച്ച് വരും. പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ കുറെ ആൾക്കാർ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്, സെറ്റ് ആയി വരുന്നുണ്ട്. പണ്ടത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഓക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ആൾക്കാരെ എക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നൊരു പോയിന്റ് എത്തുമ്പം ഹൗ മച്ച് ഹാർഡർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതെങ്ങനെ അത് എടുക്കുന്നത്? അത് വിഷമമുണ്ടോ കാര്യങ്ങള്? ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഇല്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് മതി. അല്ലാണ്ട് ഇപ്പൊ പിന്നെ കുറെയൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നു. കാരണം പണ്ടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഇവരിങ്ങനെ അങ്ങനെയൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ട് തോന്നില്ല. ദുബായിൽ ഒട്ടുമില്ല. ഇപ്പൊ നാട്ടില് ഇപ്പൊ കുറെ മാറിയത് ഇപ്പൊ വന്നപ്പോ ഒരുപാട് മാറിയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അതെ. ഇപ്പൊ ആഷിനെ സംബന്ധിച്ചായാലും ഇപ്പൊ ഫാമിലി എങ്ങനെയാണ് ടേക്ക് ചെയ്യുന്നത്? ഫാമിലി ഒരു സപ്പോർട്ട് ഇല്ല. ഉമ്മാന്റെ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ബ്രദേഴ്സ് ഉണ്ട്. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോ അവരായിട്ട് വേറെ കോണ്ടാക്ട് ഇല്ല? ഉപ്പ ഇപ്പൊ ഓക്കെ. അപ്പോ അവരായിട്ട് വേറെ കോണ്ടാക്ട് ഇല്ല. അപ്പൊ എന്തുകൊണ്ടാന്നുള്ളത് അല്ലെങ്കിൽ വൈ അവരോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? ആഫ്റ്റർ എല്ലാം ശരിയാവുന്ന ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. ആഫ്റ്റർ എല്ലാം പിന്നീടെല്ലാം ശരിയാവുന്ന അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിട്ട് ഒരു നാള് ഒരു പ്രതീക്ഷ ഉണ്ട് എന്നല്ലേ ആഷിക്ക്? അപ്പൊ നിങ്ങള് ഒരു പോയിന്റിലെങ്കിലും ഫാമിലിയോട് സംസാരിക്കാൻ നോക്കിയിട്ടുണ്ടോ? ലൈക്ക് ഞാൻ ഓൾറെഡി ഉമ്മായോട് സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ഞാൻ എവിടെയായിരുന്നാലും ഹാപ്പി ആയിരുന്നാൽ മതി. ഉമ്മാക്കുള്ള ആകെ വിഷമം ഞാൻ ഉമ്മാനെ കാലശേഷം എന്നെ ആരാണ് സംരക്ഷിക്കുക അങ്ങനെയൊക്കെ ഒരു വിഷമേ ഉള്ളൂ. അല്ലാണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. എവിടെയായാലും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. അതാണ് ഉമ്മാക്ക്. ജാസിയുടെ വീട് എവിടെയാ? ഞാൻ മലപ്പുറം കുറ്റിപ്പുറത്താണ്. ഓക്കെ. അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നു ആ ഏരിയയിലാണെങ്കിലും അത് ടിപ്പിക്കൽ ഒരു മലബാർ ഏരിയ മലപ്പുറമാണ്. പിന്നെ പക്ക മുസ്ലിം ഏരിയയാണ്. അപ്പൊ അവരൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരാൻ കുറെ ടൈം എടുക്കും. പക്ഷെ ഇപ്പൊ കുറെ ഒക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്റർവ്യൂ. താങ്ക് യു സോ മച്ച്. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പൂജനെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. സെയിം ഹിയർ. അപ്പം നിങ്ങൾ ഇതേപോലെ അടിച്ച് പൊളിച്ച് പോയിട്ട് അടിയെന്ന് ഉദ്ദേശിക്കണ ഇവര് ഇടയ്ക്ക് തല്ലുണ്ടാവാറുണ്ട്.
അത് കാണാറുണ്ട് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ അടിച്ചു പൊളിച്ച് പോവാ, ലൈഫ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആസ് ഓൾവേസ് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. താങ്ക് യു സോ ഓക്കെ. സ്പ്രെഡ് ഹാപ്പിനെസ് അല്ല സോറി എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നല്ല സ്പ്രെഡ്. അത് ഇംഗ്ലീഷ് പറഞ്ഞ കേക്കട്ടെ. അതിപ്പോ ഞാൻ എന്തോന്ന് പറയാൻ ഒരു പറയാൻ വേണ്ടി വന്നു. ആവശ്യമില്ലാത്ത പറയണ്ട. അല്ലല്ല അത് ഞാൻ പറയാൻ വേണ്ടി വന്ന സംഭവമാണ്. മറിഞ്ഞു പോയി. അല്ല എന്തോന്ന് പറഞ്ഞല്ലോ. അതെടുത്തില്ല റൂമിൽ വെച്ച് അല്ലല്ല വരുമ്പോ സാധനം എടുത്തില്ല. ഓക്കെ തിങ്ക് പോസിറ്റീവ് ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ്. അത്രേ ഉള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ. ബൈ പൂജ. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.